വൈകുന്നോണ്ടിരിക്കുക അല്ലേ? ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തതാ? ഇവിടുന്ന് ഓഡിയോ കയറല്ലേ? ആൻസർ കിട്ടിയോ? ഉറപ്പായിട്ട്. എന്നിട്ട്
ജസ്റ്റ് ഫ്യൂൽ അടിക്കണോ അതോ പോന്ന വഴിക്ക് അടിച്ചാൽ അടിക്കുന്നതായിരിക്കും നല്ല. വേറെ എഞ്ചിൻ ഞാൻ യൂസ് ചെയ്യുന്നത് മാത്രം അടിക്കും. വേറെ ഏതടിച്ചാലും പോകും. ആണോ? ഓ ഓക്കെ. അങ്ങനെ ഇന്ന ക്വാളിറ്റി ഫ്യൂൽ അങ്ങനെ ഉണ്ടോ? യെസ്, XP95. ശരി ശരി ശരി. ഓക്കെ. അപ്പോൾ പവർ 95 ശരി. അഭിനന്ദ്. ഓക്കെ. പവർ 95 ആണ് അടിക്കുന്നത്. പവർ 95 നല്ലതാണെന്ന് കേട്ടു. ഇപ്പോൾ ഓക്കെ. ട്രൈ ചെയ്യണം. XP95 അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉണ്ടല്ലോ അത്. എവിടെ ഉണ്ട്? പേടിക്കട്ടെന്നാ. ആ ഫുൾ ടാങ്ക്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ഒക്കെ എത്ര? 55 വന്നു. ഇപ്പൊ ഹാഫ് ടാങ്ക് ആയി. ഓക്കെ. അങ്ങനെയാണോ സൗണ്ട്? സ്പോർട്സ് ഇട്ട RPM തന്നെ കീപ്പ് ചെയ്തിരിക്കും. സഡൻ ആയിട്ട് ആക്സിലറേറ്റോ ആവശ്യത്തിനുള്ള പവർ ഇതിൽ തന്നെ കിട്ടും. ഡ്രൈവിൽ തന്നെ ഉണ്ട്. ഇത് ഏത് വർഷത്തെ വണ്ടിയാണ്? 2018. ഓ ഫസ്റ്റ് എടുത്താണോ? അല്ല, ഞാൻ 4th ഓണർ. എറണാകുളം തോന്നല്ലേ രജിസ്ട്രേഷൻ? എറണാകുളം രജിസ്ട്രേഷൻ. ഞാൻ എടുത്തത് ട്രിവാൻഡ്രത്ത് തന്നെ. പ്രീവിയസ് ഓണർ ട്രിവാൻഡ്രത്ത് തന്നെ. ഓക്കെ ഓക്കെ. ലൈക്ക് VRS വൈ നോട്ട് VRS അല്ലേ? ആക്ച്വലി എനിക്ക് യൂസ്ഡ് കാർ എടുക്കാൻ പേടിയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു 320D എടുത്തു. പുള്ളി അത് ഓടിച്ച് നടക്കുന്നത് കണ്ടപ്പോഴും വലിയ അതിലിരുന്നപ്പോഴാണ് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അത് എനിക്ക് അപ്പൊ ആ ടൈമിൽ എനിക്ക് വെർട്ടസ് ഒക്കെ ആയിരുന്നു പ്ലാൻ. അപ്പൊ അതെന്തായാലും വെർട്ടസ് കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. വെർട്ടസ് നല്ല കാര്യം എനിക്കറിയാം, ബട്ട് ആ ഒരു ഫീൽ കിട്ടത്തില്ല. അത് പുള്ളി ആക്ച്വലി സ്റ്റേജ് 2+ ചെയ്തിട്ടായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അത് എനിക്ക് ഒരു ദിവസം ഫുള്ള് കിട്ടിയായിരുന്നു ആ വണ്ടി. അപ്പൊ അത് ഓടിച്ചപ്പോ എനിക്ക് തോന്നി ഓക്കെ, അങ്ങനെയാണെങ്കിൽ യൂസ്ഡ് കാർ റിലയബിൾ ആണ്. ഒരു നല്ലൊരു വർക്ക്ഷോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ വെർട്ടസ് എന്ന് പറയുമ്പോൾ അത് യൂസ്ഡ് കാർ നോക്കാൻ തുടങ്ങി. അപ്പോൾ ആ ടൈമിൽ നോക്കുന്നുണ്ടായിരുന്നു ഒരു 320D, പിന്നെ VRS കിട്ടാൻ ഭയങ്കര റയറായിരുന്നു. VRS നോക്കുന്ന ടൈമിലൊക്കെ എല്ലാം കർണാടകയിലൊക്കെ മാത്രമായിരുന്നു അവൈലബിൾ, ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. അതും കർണാടക കിട്ടുന്നതൊക്കെ 25 lakh ഒക്കെ ആയിരുന്നു പ്രൈസ്. ഞാൻ എന്നും രാവിലെ എണീറ്റുള്ള റൊട്ടീൻ ആയിരുന്നു. രാവിലെ എണീറ്റ് OLX എടുത്തിട്ട് VRSന്റെ സെർച്ച് ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബുക്ക് മാർക്ക്. അതെടുക്കുക, റീലോഡ് ചെയ്യുക. അപ്പോൾ ഒരു ദിവസം രാവിലെ നോക്കിയപ്പോഴത്തേക്കും ഇത് കിടക്കുന്നു. അപ്പോൾ ഉടനെ ഫ്രണ്ടിനെ കാണിച്ചു, അനിയനെ കാണിച്ചു, വാ നോക്കാന്ന് പറഞ്ഞ് അങ്ങനെ പോയി നോക്കിയപ്പോഴത്തേക്കും വണ്ടി ഭയങ്കര കണ്ടീഷനായിരുന്നു.
ഓടിച്ചപ്പോ തോന്നിയില്ല. ഇപ്പൊ അത് 1 lakh ഞാൻ എടുത്തപ്പോഴും 1,06,000 ക്ലോക്ക് ചെയ്തായിരുന്നു. അത്ര ഓടിയ വണ്ടി ഓടിയൊന്നും തോന്നത്തില്ല ഓടിക്കുമ്പോ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അപ്പൊ അങ്ങനെ ടോള് കട്ട് ചെയ്ത് ടോള് കൂട്ടി 180 എന്തോ ആയി. വൺ സൈഡോ? വൺ സൈഡ്. സെക്കൻഡ് ആകുമ്പോഴത്തേക്കും അതിന്റെ ഹാഫ്. ഓക്കെ. അങ്ങനെ നോക്കുമ്പോ മെയിൻ്റെനൻസ് ഒക്കെ എന്തോരം ഉണ്ട്? മെയിൻ്റെനൻസ് ഒരു നോർമൽ സർവീസ് 12K ആണ്. അത് ഞാൻ സ്കോഡയിലല്ല, ഞാൻ പുറത്താ കൊടുത്തത് സർവീസ്. പിന്നെ അതില് മെയിൻ ആയിട്ട് ഇഷ്യൂ വന്നത് വാട്ടർ പമ്പിന്റെ ഇഷ്യൂ ആയിരുന്നു. അപ്പോ ഞാനിത് വാങ്ങിച്ച ടൈമിൽ ഞാൻ ഇതിന്റെ ഒരു ഫോട്ടോ റെഡിറ്റ് ഇട്ടായിരുന്നു. എന്നിട്ട് സജഷൻസ് ഒക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ എല്ലാരും പറഞ്ഞത് മറ്റേ കാർസ് ഓഫ് ഇന്ത്യ എന്ന് പറയും, കാർസ് ഇന്ത്യ റെഡിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിലിട്ടു. അപ്പൊ അതിലെല്ലാരും പറഞ്ഞു ബ്ലൈൻഡ് ആയിട്ട് ആ വാട്ടർ പമ്പ് അങ്ങ് മാറ്റിയേക്കാൻ പറഞ്ഞു. അപ്പൊ ചെക്ക് ചെയ്തപ്പോ ഇതിന്റെ വാട്ടർ പമ്പ് ഓൾറെഡി ക്രാക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് വരാനൊരു 2 weeks എടുത്തു. പാർട്സ് എല്ലാം ഞാൻ ആക്ച്വലി വർക്കിന് കൊടുക്കുന്ന കാൻഡോർ എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്, കാൻഡോറിലും അർബൻ ഓട്ടോ എന്ന് പറഞ്ഞിട്ട് മേനംകുളത്തൊരു. അപ്പൊ കാൻഡോറിൽ നിന്ന് ഞാൻ പാർട്സ് ഒക്കെ മാറിയത്. അപ്പൊ അവർക്ക് നല്ലൊരു സപ്ലൈ ചെയിൻ ഉണ്ട്. അപ്പൊ അവര് മാറും. വാട്ടർ പമ്പ് മാറി, അതിൻ്റെ കൂടെ ചേർന്നിറങ്ങുന്ന കുറച്ച് കൂളൻ പൈപ്പ് മാറി, ബാറ്ററി മാറി, പിന്നെ ട്രാൻസ്മിഷൻ കൂളർ ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് മാറി. ഇത് DK250 അല്ലേ? DK250 6 speed. നോർമലി ഓടിക്കുമ്പോ ഒരു ഡെയിലി ഡ്രൈവ് പറ്റുന്ന ഒരു വണ്ടിയാണ്. നമുക്ക് പവർ വേണം എന്നുള്ളപ്പോ അത് തരും. വേണ്ട സെഡേറ്റഡ് ഡ്രൈവിങ്ങിനാണെങ്കിലും ഇത് ജസ്റ്റ് ലൈക്ക് ഒരു നോർമൽ ഓട്ടോമാറ്റിക് വെക്ടേഴ്സ് ഒക്കെ ഓടിക്കുന്ന ഒരു ആ ഒരു ഇതുണ്ട് ഒരു സിറ്റി ട്രാഫിക്കിലൊക്കെ നോക്കാണല്ലോ. ഫിഗേഴ്സ് ഒക്കെ ഫ്യൂൽ എഫിഷ്യൻസിക്കല്ലോ എടുക്കുക. പ്രതീക്ഷിക്കാത്തവര് ചാടും. വീൽ സ്പിൻ ആവോ? വീൽ സ്പിൻ ഉണ്ട്. ടയറ് അത്ര നല്ലതല്ല, പിന്നെ അത് മാറ്റാറുമായി. അപ്പോ നല്ല വീൽ സ്പിൻ ഉണ്ട്. ഹമ്പ് ഉണ്ട്, നല്ല സീൻ ഉണ്ട്. മെയിൻലി തമിഴ്നാട് പോയപ്പോഴായിരുന്നു വലിയ സീൻ. അവിടുത്തെ മിക്ക ഹമ്പിലും അടിയേഷൻ തട്ടുമായിരുന്നു. പിന്നെ 4 പേരായിട്ടാ പോയത്, പക്ഷെ എന്നാലും തട്ടും. അത് കണ്ടാ അറിയാം നമ്മൾ തട്ടും. ഒരു പാതി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്ത് ചെറുതായിട്ടൊക്കെ ഒരുങ്ങി. ഡൗൺ ഷിഫ്റ്റിൽ പോപ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പ് ഷിഫ്റ്റില് ക്രാക്കിൾസ്.
വെക്ടർ GT ഓടിച്ചിട്ടുള്ളതല്ലേ? ആ അതും ഇതുമായിട്ട് എങ്ങനെ ഒരു കമ്പാരിസൺ? കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഡ്രൈവ് അല്ല, പവറിലല്ല, ഒരു ഡ്രൈവിംഗ് ഫീലിൽ ഡ്രൈവിംഗ് ഫീല് എൻ്റെ ഡിഫറെന്റ് ആണ്. ഇത് ലൈക്ക് കോർണറിങ് ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര പ്രിസൈസ് ആണ്. മറ്റേതിന് അത്ര ഇച്ചിരി ആ ഒരു ഹയർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് അത്ര കോൺഫിഡൻസ് എക്സ്പയറിങ് അല്ല ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇത് ലൈക്ക് ഭയങ്കര പ്ലാന്റഡ് ആയിട്ടിരിക്കുന്നു, ലൈക്ക് കേർവ്സ് ഒക്കെ എടുക്കുന്നതൊക്കെ. ബ്രോ GT എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നോ? GT ആയിരുന്നു പ്ലാൻ. GTയും 22 lakh ഒക്കെ ആ പ്രൈസിനാണ്. എനിക്ക് തോന്നുന്നു 150 bhp അല്ലേ? 156 സംതിങ് ആണ്. പിന്നെ അതിന്റെ മാനുവലാണ് 1.5 മാനുവല്. വരെ ഇവിടെ സ്ത്രീയാണല്ലേ മാക്സിമം സ്ത്രീയാണ് മാക്സിമം. ഇച്ചിരി അങ്ങോട്ട് ട്രൈ നോക്കാം. സ്പീഡ് പിടിക്കത്തില്ല. സീറ്റ് ബെൽറ്റ്സ്, മൊബൈൽ ഫോൺ യൂസ് ഒക്കെയാണ്, ഹെൽമെറ്റ്. കഴക്കൂട്ടത്തെ ഇതില് അത് പിടിക്കും, അതും പേട്ടയിലെ അവിടുത്തെ ചെറിയ ചാട്ടം ഉണ്ട്, അവിടെ കൺട്രോൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആൻസർ കിട്ടിയോ? ഉറപ്പായിട്ടും. ലൈക്ക് വെർട്ടസ് ഒക്കെ ആണെങ്കിൽ ഈ സ്പീഡൊക്കെ അറ്റൈൻ ചെയ്യാനായിട്ട് നല്ല സമയമാണ്. ലൈക്ക് ഇതിന് ടോപ്പ് സ്പീഡ് എത്ര? ടോപ്പ് 250 ഇലക്ട്രോണിക്കലി ലോക്കാണ്, ലിമിറ്റഡ് അല്ല. പക്ഷേ ഇതിനാപ്റ്റായിട്ടുള്ള റോഡില്ല കേട്ടോ. തമിഴ്നാട്ടിൽ പോകണം. ഭയങ്കര കെയർഫുൾ ആയിട്ട് ഓടിക്കാൻ പറ്റും. ഇവിടെ ആൾക്കാർ ചാടും, അതാണ് എനിക്ക് ഭയങ്കര പേടി. കാട്ടിന്റെ ഇടന്നൊക്കെ ആൾക്കാർ ഓടുന്നത്, ചില പിള്ളേർ ഓടിയിട്ടുണ്ട്. സ്പോർട്സിലായതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പോഴും D5 എത്തിയാട്ടോ, D6 ആയി. പക്ഷെ ഒരു 120 ക്രൂസ് ചെയ്യുന്ന പോലെ ഉള്ള കേട്ടോ 150 ഒക്കെ. ടയർ മാറുമ്പോ കുറച്ചുകൂടെ നല്ല സ്മൂത്ത് ആണ്. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 60% കഴിഞ്ഞു ടയറിന്റെ. കൂടുതൽ ഇത് ആയതുകൊണ്ട് വീൽ സ്പിൻ അടിച്ച് പോകുന്നത്. ഞാൻ പിന്നെ ടയർ റൊട്ടേറ്റ് ചെയ്തിട്ട് ആണ് കുറച്ചുകൂടെ ഓടുന്നത്. അല്ലെങ്കിൽ എനിക്കൊന്ന് സെക്കൻഡിലും വീൽ സ്പിൻ കിട്ടുമെന്ന് തോന്നുന്നല്ലേ? സെക്കൻഡ് D2 D2 കുറച്ചു
കാർട്ടൂൺ നെറ്റ്വർക്ക് ആ അത് അവരുടെ റീൽസ് ഇങ്ങനെ ഇടക്കിടക്ക് പിന്നെ കുറച്ചുകൂടെ റോഡ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സസ്പെൻഷൻ സ്റ്റിഫാണ്, എല്ലാം കയ്യിലെത്തുന്നുണ്ട്. എനിക്ക് സ്പീഡിൽ ഓടിക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഇപ്പുറത്ത് ഇരിക്കുമ്പോ അതെനിക്കങ്ങനെ. എന്റെ ഒരു കാൽക്കുലേഷൻ ആയിരിക്കില്ലല്ലോ ബ്രോന്റെ. ഇവിടെ ഒരു ഇമാജിനറി പെഡലൊക്കെ നമ്മളിവിടെ ചവിട്ടും. നോർമൽ മോഡല് അത്യാവശ്യം സ്പോർട്സ് മോഡിന്റെ ശരി ആവശ്യമില്ല. സ്പോർട്സ് മോഡില് കുറച്ചുകൂടി ഡ്രാമ, മറ്റേ ഇവിടെ നിന്ന് സൗണ്ട് ഒക്കെ വരും. കുറച്ച് സൗണ്ട് എങ്ങനെ ഈ സ്പീക്കർ ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് എക്സോസിന്റെ ഒരു സൗണ്ട് പോലെയൊക്കെ എമുലേറ്റ് ചെയ്യും. കുറച്ചുകൂടി ഡ്രാമ ഫീൽ ചെയ്യും. സ്പോർട്സ് മോഡ് ആകുമ്പോൾ സ്പീഡ് കുറയുമ്പോൾ എപ്പോഴും ആ ഒരു 2K RPM പിടിച്ചു നിർത്തും. അപ്പോൾ ടെർബോ ഓൺ ആയിരിക്കുമല്ലോ, അപ്പോൾ ഇൻസ്റ്റന്റ് പവർ ആയിരിക്കും കൊടുക്കുമ്പോഴൊക്കെ. ഒരു ക്രൂസിംഗ് സ്പീഡ് അറൗണ്ട് 120 ആണെന്ന് തോന്നുന്നല്ലേ. 120. ഒരു ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റോഡുണ്ടോ? അത് ഇപ്പൊ കഴിഞ്ഞ റോഡ് മാത്രമേ ഉള്ളൂ. അവിടെ സൈഡിൽ എവിടെയെങ്കിലും നിർത്തിയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നോക്കിയാലോ. എന്തായാലും നിർത്തിട്ട് റിഫ്ലക്ടർ സീനാവോ? അത് വെച്ച് നടുക്കോട്ട് വെച്ച് കുറച്ച് നടുക്കോട്ട് വെച്ചിട്ട്. ലോഞ്ച് കൺട്രോളിൽ എന്തെങ്കിലും സെറ്റിങ്സ് ഉണ്ടോ? ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്തു. ഇനി ലൈക്ക് ബ്രേക്ക് പിടിച്ച് അത് റിഫ്ലക്ടർ ഉണ്ട്, കുറച്ച് നടുക്ക് പിടിക്കാം. സ്കൂട്ടർ ഉണ്ട്. പുള്ളി പതിയെ പോകുന്നു. സൈക്കിളൊക്കെ എടുത്തോണ്ട് വന്നു. ബൈക്ക് ചേട്ടനെ കണ്ടിട്ടുണ്ട്. അത് ഓൺ ചെയ്തിട്ട്. ഓക്കെ. പക്ഷെ എന്നിട്ട് റിഫ്ലക്ടർ എവിടെ കേറി തോന്നില്ലേ? റിഫ്ലക്ടറിൽ കേറിയും തോന്നുന്നു. ഇല്ല കേറില്ല. അത് വീൽ ഹോപ്പിംഗ് ആണോ? ഓക്കെ ഓക്കെ. ആ വീൽ സ്പിൻ ആയിട്ട് തന്നെ ഒന്ന് ബൗൺസ് ചെയ്യും. മൈലേജ് പറഞ്ഞപ്പോഴല്ലേ കട്ടായത്? യെസ്, മൈലേജ് ആവറേജ് കൺസംപ്ഷൻ എടുത്ത് വെച്ചു. 5 points. സിറ്റീസ് ആണോ? സിറ്റീസില് കറണ്ട് അല്ലേ കാണിക്കുന്നത്? ഇതിപ്പോ സിൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള, അത് നമ്മൾ കുറെ നേരം സ്റ്റാർട്ട് ചെയ്തിട്ടല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. സിറ്റീസില് ഒരു 5 to 6 കിട്ടും. ഹൈവേസില് ലോങ് ഒക്കെ പോകുമ്പോ ഒരു എനിക്ക് മാക്സിമം കിട്ടിയിട്ടുള്ള 11.5 12 ഒക്കെയാണ്. ഒരു സ്റ്റേജ് 1 ചെയ്യണം എന്നുണ്ട്. സ്റ്റേജ് 1 ഇനിയും മൈലേജ് കയറുമെന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെയാണ്
your upcoming plans? Stage 1. Wheels first. അലോയ്സ് സൈസ് അപ്ഗ്രേഡ് നോക്കുന്നുണ്ടോ? സൈസ് ഇപ്പോഴത്തേക്കില്ല. ഇപ്പൊ കറലി എത്രയാണ് വരുന്നത്? 70. ചെയ്ത് നോക്കാം. ഇവിടെ തന്നെ നിർത്താം. ബ്രേക്സ് ചേട്ടാ ജമ്പൊക്കെ അടിക്കല്ലേ? ട്രാക്ഷൻ കൺട്രോൾ വന്നപ്പോ എന്തോ ഒരു പിടുത്തം വന്ന പോലെ ഫീൽ അല്ലേ? ഇവിടുത്തെ റോഡിലതാണ് നല്ലത്. പിന്നെ ഫുൾ പവറും ഫ്രണ്ട് വീലിലോട്ട് പോകുന്നോണ്ട് അത് ഓൺ ആയിരിക്കുന്നതായിരിക്കും നല്ലത്. മറ്റേതിൽ അഴിച്ചു വിട്ട ഫീല്. കുറച്ചുകൂടെ കേർവ്സ് ഉള്ള റോഡ് കിട്ടുവാണെങ്കിൽ നൈസ് ആയിരിക്കും അല്ലേ? നല്ല രസം. സ്ട്രെയിറ്റ് എനിക്കും കേർവ്സ് ഓടിക്കാനാണ് ഇഷ്ടം. സ്ട്രെയിറ്റ് ഭയങ്കര പോകാറില്ല. പോയിന്റ് ജസ്റ്റ് ഇങ്ങനെ അല്ലെങ്കിൽ കട്ട് ചെയ്യാനായിട്ട് വണ്ടികളൊക്കെ എന്തെങ്കിലും നമ്മള് എന്റെ താറായോ? എന്റെ ആണെങ്കിൽ ഇനിയുണ്ട്, കുറച്ചുകൂടെ ഉണ്ട്. നമ്മള് ലാസ്റ്റ് ഒരു താറിന്റെ വീഡിയോ ചെയ്തപ്പോ അങ്ങ് എന്റെ പോയി യൂട്ടാണ് ഇട്ടത്. കയറിയപ്പോ ഒന്നും പേടിച്ചില്ല. ഫ്രണ്ട് കുത്തുവോ ഇങ്ങനെയുള്ള കുഴിയൊക്കെ വരുമ്പോ? പിടിക്കുമെന്നാണ് ലിപ്പ്. ഒരു പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. എറണാകുളത്ത് പോയപ്പോഴായിരുന്നു. ഒരു ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോ ഒബ്വിയസ്ലി ഏതോ ഒരു വഴി കാണിച്ചത് മെയിൻ റോഡിലൊക്കെ ഒരു കുത്തനുള്ള ഇറക്കമായിരുന്നു. അപ്പൊ അതിലോട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോ ലിപ്പ് ചെറുതായിട്ടൊന്നും ഇറങ്ങി. പിന്നെ അല്ലാതെ ലിപ്പ് വരെയൊന്നും സീനില്ല. അങ്ങനത്തെ എന്തെങ്കിലും യൂസ് കേസ് വന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇപ്പൊ പോകുന്നത് എന്തെങ്കിലും അങ്ങനത്തെ റോഡാണെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഞാൻ i20 എടുക്കും. അതിനനുസരിച്ച് വണ്ടി ചൂസ് ചെയ്യണല്ലേ? ഇത് മാത്രം ഡെയിലി കൊണ്ടു നടക്കാൻ അത്ര എക്കണോമിക്കൽ അല്ലല്ലോ. ഞാൻ 7 years ആയിട്ട് യൂസ് ചെയ്യുക. ഒരു 92K ക്ലോക്ക് ചെയ്തത്. അതാ കംഫർട്ട്. അമ്മയ്ക്ക് ആ നടുവിന്റെ ഒക്കെ ഇഷ്യൂ ഉണ്ട് അമ്മയ്ക്ക്. അപ്പൊ അമ്മയ്ക്ക് അതാണ് കംഫർട്ടബിൾ കുറച്ചുകൂടെ. ഇതിലെല്ലാം സ്റ്റിഫല്ല, എല്ലാം അറിയുമല്ലോ നടുവില്. സ്പീഡില് സ്പോർട്സ് ഇട്ടിട്ട് ഡൗൺ ഷിഫ്റ്റിൽ മാത്രം അതറിയും. ഇവിടെ തോന്നുന്നു ഇവിടെ പോലീസ് ഉണ്ടെന്ന് തോന്നുന്നു. സ്ലോ ചെയ്ത് ഇവിടെ ചെക്കിങ് കണ്ടിട്ടുണ്ട്. എന്റെ എങ്ങനെ ഞാൻ ഇതിന്റെ എന്റെ പോയിട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് മേളിലോട്ട് എല്ലാം പോയിട്ടുള്ള. ഇവിടെ ഭയങ്കര ഇതാണോ? ഓ റോഡ് അല്ല, റോഡ് പിള്ളേരെ കളിക്ക്. എനിക്കൊന്ന് ഇനി തമിഴ്നാടിന്റെ സൈഡാ. അടിപൊളി. തിരിച്ചു പോവാ. ചോദിച്ചോ അവിടെ ബ്ലോക്ക് വല്ല ഇട്ടിട്ടുണ്ടെങ്കിലോ? ഇല്ല.
എല്ലാവരും നോക്കും. ടെൻഷൻ സീക്കറല്ലേ. ഒരു വട്ടം കൂടെ ലോഞ്ച് ചെയ്തിട്ട് നിർത്താം. എന്നിട്ട് നമുക്ക് ഓഡിയോ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം ട്രാക്ഷൻ ജസ്റ്റ് ഓഫ് ചെയ്യുക, ഓൺ ഓഫ്, പിന്നെ ലെഫ്റ്റ് ഫോൺ ഓൺ ബ്രേക്ക്, AC ഓഫ് ചെയ്യട്ടാ. ഇത് മറ്റേ ഇങ്ങനെ മേളിലോട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ വെക്കുന്ന അതിന്റെ ഒരു പർപ്പസ് എന്താണ്? ഒന്നുമില്ല, ജസ്റ്റ് പുറത്തുനിന്ന് സർക്കുലേഷൻ പോലെ പുറത്തുനിന്നുള്ള കുറച്ചുകൂടെ സൗണ്ട് കിട്ടും. ഓക്കെ, അന്നേരം ആ രീതി വെക്കണമെങ്കിൽ ജസ്റ്റ് ഇതിപ്പോ അടങ്ങി മുകളിലോട്ട് പാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാം ചെയ്തതാ. സെക്കൻഡ് വന്നു. ഇവിടെ നിന്ന് ഓഡിയോ കയറല്ലേ? സേഫ്റ്റി ചാട്ട. എത്ര കയറിയത് ഞാൻ നോക്കിയില്ല. ഇല്ല, അന്നേരത്തേക്ക് എന്താ ഈ ട്രാക്ഷൻ വന്നപ്പോൾ അങ്ങ് പോയി. പയ്യെടുത്താലും ക്രാക്ലിംഗ് സൗണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ. കുറെ ചോദിച്ചിട്ടുണ്ട് അത് ട്യൂൺഡ് ആണോന്നല്ല, അത് സ്റ്റോക്കാ. എനിക്ക് പക്ഷെ ഞാനും വിചാരിച്ചത് എക്സോസ്റ്റിന്റെ വല്ലതായിരിക്കും ഫസ്റ്റ് ടൈം. DSG ഫാർട്സ് എന്ന് പറയും. അപ്പോൾ ഓരോ പ്രാവശ്യം അപ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ആ ടൈമില് ഫ്യൂൽ ഇഗ്നേറ്റ് ചെയ്യാതെ എക്സോസ്റ്റിലോട്ട് പുഷ് ചെയ്യും. അപ്പോൾ അതിനകത്ത് കയറുന്ന കത്തുന്നതാണ്. ഓടിക്കല്ലേ ഉറപ്പില്ലിട്ട് വന്നേരാ. അതായി കിടന്നോട്ടെ, കുഴപ്പമില്ല, അതങ്ങ് വിട്ടാ. ഞാൻ തംബ്നെയിലിന് 2 ഫോട്ടോയും കൂടെ എടുക്കട്ടെ. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സുഖമില്ല, ബാക്ക്ഗ്രൗണ്ട് ഒരു രസമില്ല. പച്ചപ്പീടല്ലേ? അങ്ങനെ പാളിയായിട്ട് ഇളകുമല്ലേ? റോഡിലൊക്കെ ലോഞ്ച് ചെയ്യുമ്പോഴും ഒക്കെ നൈസാണല്ലേ? ലോവർ ആവും, അൺയൂസബിൾ ആവോ? അൺയൂസബിൾ ആവോന്ന് വെച്ചാൽ ബ്രോ എടുക്കുമല്ലേ?
സ്റ്റിക്കേഴ്സ് ഒക്കെ സ്റ്റോക്ക് അല്ലേ? ആ എല്ലാം സ്റ്റോക്ക്. ഈ സ്കേർട്സ് ഒക്കെ ഉള്ളതായിരുന്നു ഇത്? അത് സെപ്പറേറ്റ് ചെയ്യാം. വേറെ എവിടെയും ചെയ്തിട്ടില്ലല്ലോ? ഫ്രണ്ട് ലിപ്പ് ചെയ്തിട്ടുണ്ടോ? ബ്ലാക്ക് ചെയ്തില്ലേ? ഓക്കെ. ഇതോ ഇങ്ങനെ കാർബൺ ഫൈബർ ഫിനിഷ് ആയിരുന്നു? പോസ്റ്റ് കാർബൺ. ഓക്കെ. ഡിപ്പ് മാനി ചെയ്താ ഞാനല്ല. ആ മുമ്പത്തെ ഓണർ. ഓക്കെ. സ്പീഡെക്സ് നമ്പർ പ്ലേറ്റ് സീനുണ്ടോ? ആ ക്ലോസ് സ്പേസ് ആയാൽ ഭയങ്കര എക്കോ. ഓക്കെ ബാക്കി ഓടിച്ചേക്കുക.